നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികൾക്കും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മേടമാസം 1 തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 24 തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ രാവിലെ 6:17, അസ്തമയം വൈകുന്നേരം 6:28. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതഗ്രഹങ്ങളുമായിട്ട് ഉദിച്ചു വരുന്ന സമയമാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ 6:17. തുടർന്ന് സൂര്യദേവൻ പ്രഥമ തിഥിയിൽ കൂടിയാണ് യാത്ര തുടരുക. പ്രഥമ തിഥി തിങ്കളാഴ്ച ദിവസം രാവിലെ 8:25 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ദ്വിതീയ തിഥിയിൽ കൂടിയാണ് സൂര്യദേവൻ യാത്ര തുടരുക. വൈകുന്നേരം 6:28 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു. അങ്ങനെ തുല്യമായ രാവും പകലുമുള്ള ഒരു തിങ്കളാഴ്ച ദിവസം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ തിങ്കളാഴ്ച ദിവസം വിഷു അടിച്ചു പൊളിക്കുന്നു. തിങ്കളാഴ്ച ദിവസം സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി 9:12 അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാത്രി 12:15. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചോതി നക്ഷത്ര ജാതകരാണ്. വിഷുദിനത്തിലാണ് ഈ കുട്ടികൾ ജനിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എന്തിനാണ് മേടമാസം 1 തീയതി വിഷു ആഘോഷിക്കുന്നത്? മേടമാസം 1 തീയതി വിഷു ആഘോഷിക്കുവാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തുല്യമായി രാവും പകലും വന്നു ചേരുന്ന ഒരു ദിവസമാണ് മേടമാസം 1 തീയതി. രണ്ടാമത്തെ കാര്യം, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം കാർഷിക വിളകളുടെ ഒരു നാടാണ്. അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക വിഭവങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭഗവാന്റെ മുമ്പിൽ കണിവെച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി അങ്ങനെ ഒരു ദർശന പുണ്യം നേടുന്ന ഒരു ഉത്സവമാണ്, ആഘോഷമാണ് വിഷു. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത്? കണിക്കൊന്ന പൂക്കളും കണിവെള്ളരിയും. അങ്ങനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക ഫലങ്ങളാണ് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ധനധാന്യവും നമ്മൾ സമർപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് കൃഷ്ണ ഭഗവാനെ ശ്രീകൃഷ്ണനെ നമ്മൾ കണി കണ്ട് സായുജ്യമടങ്ങുന്ന ഒരു സുന്ദര സുദിനമാണ് ഈ തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം പുലർകാലെ നമ്മളെല്ലാവരും കണ്ണടച്ച് ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച്, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ, ഈ ഒരു വിഷുവർഷക്കാലം എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ കഴിഞ്ഞൊരു വിഷുവർഷക്കാലം ഒരുപാട് കരഞ്ഞു, ഒരുപാട് കണ്ണുനീര് അനുഭവിച്ചു. ഞാൻ ഒരുപാട് കഷ്ടതകളിലും പ്രയാസങ്ങളിൽ കൂടിയൊക്കെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കണം, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അങ്ങനെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും എണ്ണി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണ് തുറന്ന് ഭഗവാനെ കാണുമ്പോൾ എന്തൊരു സായുജ്യമാണ് അല്ലേ? എന്തൊരു സായുജ്യമാണ് നമുക്കവിടെ കിട്ടുക. ഭഗവാന്റെ ആ ദിവ്യ ചൈതന്യം നമ്മൾ കണ്ണ് തുറന്ന് കാണുകയാണ്. ഭഗവാൻ നമ്മളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ, ഭഗവാൻ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ ആലിംഗനം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ അത്രമേൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ വിഷുക്കണി കാണുക എന്നുള്ളത്. അതിനുവേണ്ടി തലേദിവസം നമ്മൾ ഒരുങ്ങണം. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് നമ്മുടെ വീടും എല്ലാം ക്രമീകരിച്ചാണല്ലോ, നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചാണല്ലോ നമ്മൾ വിഷു കണി കാണുകയും പിന്നീട് കുടുംബാംഗങ്ങളോട് ഒത്തൊരുമിച്ച് വിഷു സദ്യ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിഷുവർഷക്കാലം എല്ലാവരും അനുഗ്രഹവും സന്തോഷവും സമാധാനവും ഒക്കെ പ്രാപിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പതിവ് പോലെ നമ്മുടെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം വിഷു ആഘോഷിക്കുമ്പോൾ കുറേ നാളുകാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. കാരണം എന്തുകൊണ്ടും നല്ലൊരു വിഷുദിനമാണ് തിങ്കളാഴ്ച ദിവസമാണ്. ചന്ദ്രന് ബലമുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചോതി നക്ഷത്രമാണ്, ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്, ചോതി നക്ഷത്രമാണ്. അതുപോലെ തന്നെ പ്രഥമ തിഥിയാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ വർഷത്തെ വിഷുവിന്. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഒട്ടുമിക്ക ജാതകരിൽ 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ഒട്ടുമിക്ക ജാതകരിലും നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്നതാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ ദശാകാലത്തിൻ്റെ ദോഷം അല്ലെങ്കിൽ നവഗ്രഹങ്ങൾ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാകും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളിൽ കൂടി പോകുന്നതാണ്. അങ്ങനെയാണല്ലോ മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഈ പ്രകൃതി പോലും അങ്ങനെയാണല്ലോ. കുന്നുണ്ട്, കുഴിയുണ്ട്, മലയുണ്ട്, തോടുണ്ട്, പുഴയുണ്ട്, ആറുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഒരുപോലെയല്ല.
പലരും പല രൂപത്തിലും ഭാവത്തിലുമാണ്. എല്ലാം പ്രകൃതി അങ്ങനെയൊക്കെയാണ്. വൃക്ഷങ്ങളെ നോക്കിയാലും ഉയരം കുറഞ്ഞ വൃക്ഷം, ഉയരം കൂടിയ വൃക്ഷം, ചെടികളെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികൾ, ഭംഗി കുറവുള്ള എല്ലാം ഈ പ്രകൃതിയിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ഉയർച്ച താഴ്ചകളിലൊക്കെ കൂടിയാണ് പോകുന്നത്. അപ്പം ചിലരൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ പ്രകൃതി എന്നോട് മാത്രം ഇങ്ങനെ വിവേചനം കാണിച്ചത് എന്താണ്, ഒരാളെ നോക്കിക്ക്, എന്നെ നോക്കിക്ക്, അങ്ങനെയൊക്കെ പലരും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, പ്രകൃതി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കഴിവായിരിക്കും. ഒരാൾക്ക് സൗന്ദര്യം കൂടുതലാണെങ്കിൽ ആ സൗന്ദര്യമുള്ള ആളിനെക്കാട്ടും വേറൊരു കഴിവ് മറ്റേ വ്യക്തിക്ക് കൊടുക്കും. അങ്ങനെ പ്രകൃതി പല വിധത്തിലാണ്, ഇവിടെ ആർക്കും പിടികൊടുക്കാത്ത വിധത്തിലാണ് പ്രകൃതിയുടെ ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷുവർഷക്കാലം എന്തായാലും 27 നാളുകളിൽപ്പെട്ട കുറേ നാളുകാർ കുതിച്ചു വരുമെന്നുള്ളത് സത്യമാണ്. ആ നാളുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വിഷു തിങ്കളാഴ്ച ദിവസം വന്നതുകൊണ്ട്, ചോദ്യ നക്ഷത്രത്തിൽ വന്നതുകൊണ്ട് കുറേ നാളുകാരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര, കേട്ട, അശ്വതി, തിരുവാതിര, പൂരാടം, ചോതി, വിശാഖം, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ഈ ഒരു വിഷുവർഷക്കാലം വലിയ നേട്ടമായിരിക്കും. അവരുടെ ജീവിതം ഇതുവരെ അവർ എങ്ങനെ ജീവിച്ചോ അതിൻ്റേതായ പ്രതിസന്ധികളെല്ലാം അവർ മറികടന്ന് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അവർ കുതിച്ചു വരും. ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ കുതിച്ചു വരുന്നൊരു അനുഭവമായിരിക്കും ഈ വിഷുവർഷക്കാലം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഈ അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര, കേട്ട, അശ്വതി, തിരുവാതിര, പൂരാടം, ചോതി, വിശാഖം, ഈ നാളുകാർക്കാണ് നേട്ടങ്ങൾ കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ മറ്റുള്ള നാളുകാർക്കൊക്കെ അവരുടെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടൊക്കെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും സത്യമാണ്. ചരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നേട്ടങ്ങളും അവർക്ക് വന്നു ചേരും. ഇനി ഈ തിങ്കളാഴ്ച ദിവസം സൂക്ഷിക്കേണ്ട നാളുകാർ, പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി, ആയില്യം, അത്തം, പൂരം, ഈ 4 നാളുകാർ തിങ്കളാഴ്ച ദിവസം വിഷുവൊക്കെ ആഘോഷിക്കുമ്പോൾ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ ശത്രുതകളോ ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം വിഷുവൊക്കെ ആഘോഷിക്കുന്ന ദിവസമാണെങ്കിലും ഏതെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ശുഭസമയത്ത് ചെയ്യുക. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 7:47 വരെയുള്ള സമയത്ത് ചെയ്യുക. പിന്നീട് 10:47 മുതൽ ഉച്ച കഴിഞ്ഞ് 3:17 വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ, ലൈക്ക് ചെയ്യണമേ, കമൻറ്റ് ചെയ്യണമേ, നല്ല കമൻറ്റ് ചെയ്യണമേ. എല്ലാവരുടെയും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന കാര്യം സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 14 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിട്ടാണ് സംഖ്യാജ്യോതിഷം തിങ്കളാഴ്ച ദിവസത്തെ കാണുന്നത്. അപ്പോൾ അതിന് പരിഹാരം പറയുന്നത് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EH, NX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും യാതൊരുവിധ ദോഷവും വന്നു ചേരത്തില്ല. നല്ല അനുഭവങ്ങൾ, ഉത്കൃഷ്ടവും ഉത്തമമായ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സംഖ്യാജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം വിഷുദിനമാണെങ്കിലും കൈനീട്ടമൊക്കെ കിട്ടുമെങ്കിലും ധനനേട്ടം കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. ചിത്തിര, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. രാവിലെ നമ്മൾ കൈനീട്ടമൊക്കെ വാങ്ങിക്കുന്നു, കണി കാണുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ പലരും ജോലി സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ധനപരമായ നേട്ടം അന്നത്തെ ദിവസം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. തിങ്കളാഴ്ച ദിവസം വിഷുദിനമല്ലേ, കൈ പൈസയൊക്കെ കാണും, ഒരു ലോട്ടറി എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി ഭാഗ്യം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 4 നാളുകാർക്കുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്കുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം നാളുകാർക്കുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4, അത്തം, ചിത്ര 2 പാദം നാളുകാർക്കുണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്കുണ്ട്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
മകരക്കുറുകാർക്കും പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ധനുക്കുറുകാർക്കും പ്രതീക്ഷിക്കാം. ധനുക്കുറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.